ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ സൈറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഏരിയ നമുക്ക് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസൈൻ സെക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ റൗണ്ട് പില്ലേഴ്സിൽ ഹൈറ്റിൽ ചെയ്യാന്നുള്ളത്. റൗണ്ട് പില്ലേഴ്സിൽ ഹൈറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വെച്ചിട്ട് ഈ വിൻഡ് ലോഡ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇപ്പോൾ വിൻഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് GIയുടെ പൈപ്പ്സാണ്. GIയുടെ പൈപ്പ്സ് പോലെ തന്നെ നമ്മളിവിടെ ഡ്രാഫ്റ്റ് ഐസ് കൊടുത്തിരിക്കുന്ന എല്ലാം GI തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് വേറൊരു കാര്യം ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഈ ലാഡേഴ്സ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നത് മിക്ക സ്ഥലത്തും പറയുന്നുണ്ട്. ഈ പെർമനൻ്റ് ആയിട്ട് വെക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെറസ് നമ്മൾ യൂസ് ചെയ്ത് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഭയങ്കര ഒരു ഡിസ്റ്റർബ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഏരിയയിൽ എപ്പോഴും നമുക്ക് ഈ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഏരിയയിൽ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ വാക്കേ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ടെമ്പററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ മാക്സിമം ആവശ്യമുള്ളവർ പെർമനൻ്റ് ആയിരിക്കും, അല്ലാത്തവർ എപ്പോഴും ടെമ്പററി ആയിട്ട് വെക്കുമായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഈ പൈപ്പിൻ്റെ എഡ്ജില്ലേ, പൈപ്പിൻ്റെ എപ്പോഴും എഡ്ജ് സൈഡുകളിൽ എല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെ എൻഡ് ക്യാപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ എൻഡ് ക്യാപ്പുകൾ യൂസ് ചെയ്താലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് ഈ പ്രോപ്പർട്ടി ചേഞ്ച് ഉണ്ടാവും എന്തൊരു മെറ്റീരിയൽസിനും. അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്ലാസ്റ്റിക്കിന് ഈ പ്രോപ്പർട്ടി ചേഞ്ച് ഉണ്ടായിട്ട് ഈ ഓപ്പൺ സെക്ഷനിൽ നമ്മൾ ഈ ടൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ എൻഡ് ക്യാപ്പുകൾ മാക്സിമം ഒരു 1.5 കൊല്ലോ അല്ലെങ്കിൽ 2 കൊല്ലോ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ചാടി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചാൻസ് അല്ല, ചാടി പോകുന്നുള്ളത് നിർബന്ധമാണ്. എപ്പോഴാണെങ്കിലും ചാടി പോകും. അത് ചിലപ്പോൾ 1.5 കൊല്ലമാകും, ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലമൊക്കെ നിൽക്കാം. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ചാടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ സെക്ഷനിൽ ഇത് അപ്പോൾ ഓൾറെഡി ഓപ്പൺ ആവുമല്ലോ. ഈ പർലിങ്സോ ഏതൊരു സൈഡിലാണെങ്കിലും ഡ്രാഫ്റ്റേഴ്സോ പില്ലേഴ്സ് എല്ലായിടത്തും ഓപ്പൺ ആയിരിക്കും. ഈ ഓപ്പൺ ആയി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ സെക്ഷനിൽ എയർ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊറോഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കൊറോഷൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞ കണക്ക് ഒരു 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഈ പർലിങ്സും കാര്യങ്ങളൊക്കെ ബെൻഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പാനൽസിന് വാറണ്ടി കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ പ്രതിവിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ സെക്ഷനിൽ വരുന്ന സ്ഥലത്ത് നമ്മൾ ഏതൊരു മെറ്റീരിയലാണ്, ഇപ്പോൾ GI ആണ് GP ആണ്, നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിൻ്റെ തന്നെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഓപ്പൺ സെക്ഷനിൽ നമുക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനി അതല്ല, ഇനി വെൽഡ് ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പട്ടയുടെ പീസൊക്കെ ഉണ്ട്. ആ പീസുകൾ നമുക്ക് വേണമെങ്കിൽ ഈ ചെറിയൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പൈപ്പ് എടുക്കുന്ന അതേ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് കട്ട് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ വെച്ചിട്ട് കവർ ചെയ്ത് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യണം. എപ്പോഴും നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ എവിടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും പൈപ്പ്സിലാണെങ്കിലും നമ്മൾ ഈ വെൽഡ് ചെയ്യുന്ന ഭാഗത്തുള്ള ഏരിയകൾ ഗ്രൈൻഡ് ചെയ്തിട്ട് മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെയിൻറ്റിങ് കോട്ടിങ് പിടിക്കത്തുമില്ല. കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലെക്സ് ആടിപ്പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ഒരു കൊറോഷൻ വരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ ഏത് രീതിയിൽ വേണമെങ്കിലും ഒരാൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്യേണ്ട ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ സോളാറിൻ്റെ ആൾക്കാർ വിളിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നതാണ് നിങ്ങൾക്ക് 1 ദിവസം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 ദിവസം കൊണ്ട് ഈ രീതിക്ക് ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ പാനൽ മൗണ്ടിങ്ങും ഇലക്ട്രിക്കൽ വർക്കൊന്നും ഒരിക്കലും പോസിബിൾ അല്ലത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മിക്ക സ്ഥലത്തും എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ. ഏകദേശം എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കമ്പനികളും ഉണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ അകത്ത് നല്ല കമ്പനികൾ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം മിക്ക സ്ഥലത്തും എങ്ങനെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മെറ്റീരിയൽസ് ആയിട്ട് വരും. ഒരു 3, 4 മാൻ പവേഴ്സ് ഉണ്ടായിരിക്കും. ഈ 4 മാൻ പവേഴ്സിലുള്ളവർ തന്നെ ആയിരിക്കും സ്ട്രക്ചർ ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് പേര് ആ സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ താഴേക്ക് ഇറങ്ങി പോയിട്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യും. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് വയ്ക്കാൻ മതി. ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്ട്രക്ചർ ഇലക്ട്രിക്കൽ വർക്കും പഠിച്ചിരിക്കുന്നവരായിരിക്കണം. ഒരിക്കലും അങ്ങനെയല്ലായിരിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് വരുന്നവർ എത്ര ഏജ് ഉള്ളവരായിരിക്കും, അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണോ. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യേണ്ടവർ എപ്പോഴും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുക, സ്ട്രക്ചർ വർക്ക് ചെയ്യേണ്ടവർ സ്ട്രക്ചർ വർക്ക് ചെയ്യുക. അപ്പോഴാണ് ഈ വർക്കിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ, ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2500 രൂപയ്ക്കും 3000 രൂപയ്ക്കും വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലല്ലോ. ഒരു 3 കിലോവാട്ട് ആണെങ്കിൽ എബോവ് 2 ലാഖിൻ്റെ മുകളിലേക്കൊക്കെ ആയിരിക്കും ഒരു വ്യക്തി അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് എത്ര കാലം കഴിയുമ്പോൾ റിട്ടേൺ കിട്ടുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആഫ്റ്റർ സർവീസൊക്കെ മെയിൻ ഘടകമാണ്. അതല്ലാതെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോകുന്ന സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ DB മൗണ്ടിങ്, ഇൻവേർട്ടർ മൗണ്ടിങ്, ഇതൊക്കെ ഒരു ഭംഗി ഉണ്ടായിരിക്കണം. ഇപ്പോൾ പലവരും പറയണേ ഇത് നമ്മുടെ വീടിൻ്റെ പുറകിൽ കൂടെ അല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ കൂടെ അല്ലേ ചെയ്യുന്നത്, ആരും കാണാത്ത രീതിയിൽ ചെയ്ത് പോയാൽ മതി, എങ്ങനെ ചെയ്താലും പ്രശ്നമില്ലല്ലോ. അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാലും ഏറ്റവും ഭംഗിയോടുകൂടി കൊണ്ടുപോകാനൊക്കെ നമ്മളെല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ സോളാറിൽ ഏറ്റവും ഭംഗിയോടുകൂടി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന കമ്പനികളുടെ ഒരു ഹിസ്റ്ററിയൊക്കെ നമ്മൾ എടുക്കണം. ആഫ്റ്റർ സർവീസും അതുപോലെ തന്നെ ഇവർ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഏകദേശം ഒരു ക്വാളിറ്റി,
ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ടത്തെ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ വീട് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അതൊക്കെ എപ്പോഴും നല്ല കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും അതിൻ്റെ കൂടെ തന്നെ നോക്കി നിൽക്കണമെന്നെല്ലാം പറയണേ, നമ്മുടെ ഒരു മോണിറ്ററിങ് ഉണ്ടായിരിക്കണം എപ്പോഴും. ഏതൊരു വർക്കേഴ്സ് ആണെങ്കിലും എങ്ങനെ ചെയ്യണ്ടേ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിസൈൻ നമുക്ക് പറ്റുന്നതാണ് പറഞ്ഞു കൊടുക്കുക. മിക്ക വീട്ടിലും അല്ലെങ്കിൽ മിക്ക സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളങ്ങ് ചെയ്യൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഡിസൈൻ ടീം എപ്പോഴും ഫസ്റ്റ് ടൈം തന്നെ കാണിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന്. അങ്ങനെ ചെയ്യുവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല പഠിക്കുന്നത്, എല്ലാവരും പഠിച്ച് വരികയോ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കുറച്ചൊക്കെ നമ്മളും ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്തിട്ട് ഇത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ വാക്യൂം കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്ക സ്ഥലത്ത് പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്യൂം മൂളി കൊടുക്കും, എന്നിട്ട് അതിനൊരു ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഹാൻഡ് റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സൺലൈറ്റിൻ്റെ ഡിപ്പെൻസ് ഈ പാനലിൽ ഷെയ്ഡ് വരും. പാനലിൽ ഷെയ്ഡ് വരുമ്പോൾ മൈക്രോ ഇൻവേർട്ടർ ആണെങ്കിൽ ഏതൊരു പാനലിനാണോ ആ പാനലിനായിരിക്കും ബാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സ്ട്രിങ് ഇൻവേർട്ടർ ആണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സീരീസ് ആ സ്ട്രിങ് ഏതൊക്കെ പാനലിൽ കണക്ട് ചെയ്ത് പോയിട്ടുണ്ടോ അതിനൊക്കെ ബാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റെയിൽസ് മാക്സിമം നമ്മളിത് കുറയ്ക്കുക. അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രായമുള്ളവരൊന്നും കയറ്റരുത് കേട്ടോ. ഈ പ്രായമുള്ളവരെ കയറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എപ്പോഴും ഈ ഹൈറ്റിൽ കയറി വർക്ക് ചെയ്യുന്നവർക്ക് പേടിയുണ്ടായിരിക്കില്ല. ജസ്റ്റ് അല്ലാത്തവർ കയറുമ്പോൾ തലയിറങ്ങാനുള്ള ചാൻസ് കൂടുതൽ. ഒന്നാമത് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഏതൊരു കമ്പനീനെയും കൊണ്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അവർ ജസ്റ്റ് വിളിക്കുമായിരിക്കും എപ്പോഴും നല്ലത്. കാരണം 5 കൊല്ലം ഇപ്പോൾ ഓൾറെഡി ഫ്രീ സർവീസ് ഉണ്ടല്ലോ, എല്ലാ കമ്പനികളും തന്നെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ 5 കൊല്ലം 8 കൊല്ലം അവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഏതൊരു കമ്പനിയാണോ ആ കമ്പനിക്കാരെ വിളിച്ചിട്ട് ജസ്റ്റ് വാഷ് ചെയ്യിപ്പിക്കാൻ കയറ്റുക. അല്ലെങ്കിൽ മുകളിൽ കയറി എപ്പോഴും വാഷ് ചെയ്ത് ഒരു പരിചയമുള്ളവരെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കുക. പിന്നെ പലവരും ചോദിക്കാറുണ്ട്, ഈ പാനൽസിൽ നമ്മൾ എന്തെങ്കിലും ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യണമെന്നുള്ളത്. ലിക്വിഡ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ അത് വളരെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യണ സദാ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് വേറെ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് മോപ്പ് വെച്ച് ക്ലീൻ ചെയ്യുക. ഈ മോപ്പ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മോപ്പിൻ്റെ സൈഡിൽ ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയണത് വെച്ചാൽ ഇരുമ്പിൻ്റെ എഡ്ജ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എഡ്ജ് ഉണ്ടായിരിക്കും. ഈ എഡ്ജ് കാര്യങ്ങളൊന്നും പാനലിൽ വന്നിട്ട് സ്ക്രാച്ചസ് ഉണ്ടാവാതെ മാക്സിമം നോക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മൾ അത്രയൊന്നും വിചാരിക്കാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് നമ്മൾ മോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യുമായിരിക്കും. മാക്സിമം മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എഡ്ജസ് കാര്യങ്ങളൊന്നും തട്ടാതെ നോക്കുക. അതുപോലെ തന്നെ പ്രഷർ പമ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ വളരെ പ്രഷറിലൊന്നും വെച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്യാതിരിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ സോളാറിനെ പറ്റി ഉണ്ടായിരിക്കും. സോളാറിനെ പറ്റി ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഓഫീസിൽ വിളിച്ചിട്ട്, നിങ്ങൾക്ക് ഓഫീസിൻ്റെ നമ്പർ താഴെ ഉണ്ടായിരിക്കും, ഓഫീസിൽ വിളിച്ചിട്ട് തീർച്ചയായും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പം നമ്മളിന്ന് പറഞ്ഞത് ഈ സ്ട്രക്ചറിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മിനിമലായിട്ട് പറയുന്നുള്ളൂ. കാരണം ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഇനി ഇലക്ട്രിക്കിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിൻ്റെ എലിവേഷനെ ബാധിക്കാതെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കാം. ഏത് സിസ്റ്റമാണ് നമ്മുടെ വീട്ടിലേക്ക് പ്രിഫർ ചെയ്യേണ്ടതെന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ടാവാം. ഈ ഡൗട്ടുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പം ഇവർ ഓഫീസിൽ നിന്ന് തീർച്ചയായും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യും. ഇനി ക്ലിയർ ചെയ്തൊന്ന് തന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മളൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നല്ല നല്ല കമ്പനികൾ മാത്രം ചൂസ് ചെയ്ത് ചെയ്യുക. ഒരുപാട് നല്ല കമ്പനികളുണ്ട്. അപ്പം നല്ല നല്ല സിസ്റ്റംസ് ചെയ്യുക. ഇനി നമുക്ക് വേറെ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണാം. ഓക്കെ, താങ്ക് യു.